ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണസദ്യയിലെ 6ാമത്തെ വിഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മറ്റു വിഭവങ്ങൾ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പടവലങ്ങ കറിയാണ്. ഇന്നത്തെ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഡിഷിന് പേര് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഈ ഡിഷ് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ പേര് തീരുമാനിക്കാൻ. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. ഇതിനായിട്ട് പടവലങ്ങ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് 5-6 സവാള അരിഞ്ഞു വെച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, 2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് നന്നായി വേവിക്കാം. ഇതിനായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഈ പടവലങ്ങ വെന്തതിന് ശേഷം നമുക്ക് നന്നായി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെച്ചാൽ ചേർക്കാം. എല്ലാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കറി താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും വേപ്പിലയും ഇട്ടിട്ട് നമുക്ക് കറി താളിക്കാവുന്നതാണ്. കറി താളിക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടും. എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി ഒന്ന് കളറാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല കളർഫുള്ളായിട്ടിരിക്കും. ഡിഷ് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കറിക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.